ഇന്നലെ ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, അച്ഛാ ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇത് ശരിയായില്ലെങ്കിൽ എൻ്റെ മുന്നിലുള്ള ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അത് ആത്മഹത്യ മാത്രമാണ്. അച്ഛനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നത്തെ സുവിശേഷ ഭാഗം ഒരുപാട് പേർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഭയം ജനിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അസ്വസ്ഥത ജനിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ്. അതിപ്രകാരമാണ് പറയുന്നത്. ഈശോ പറയാണ്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, ഭൂമിയിൽ സമാധാനമല്ല ഭിന്നതയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത്. ഈ ഭിന്നിപ്പുണ്ടാകാനായിട്ട്, ഈ സംഘർഷം ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താണ്? ഒരു ജീവിതത്തിൽ ഒരു പരാജയം സംഭവിക്കുമ്പോൾ, ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ തകർന്നു പോകുന്നത്? ക്രിസ്തു ഇനിയും നിന്റെ ഉള്ളിൽ രൂപപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഈശോയെക്കാലം കൂടുതലായിട്ട് മറ്റെന്തിനെങ്കിലും നീ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, മക്കളായിരിക്കാം, ഭാര്യയായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, വസ്തുക്കളായിരിക്കാം, അവിടെ എല്ലാം നിനക്ക് സങ്കടം ഉണ്ടാകും എന്നുള്ളതാണ്, ഭിന്നത ഉണ്ടാകും എന്നുള്ളതാണ്. ക്രിസ്തുവിനായിരിക്കട്ടെ നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഒരു പ്രശ്നം വരുമ്പോൾ ഈ ഒരു ആശ്രയ ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. കർത്താവ് സഹായിക്കും, കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുമ്പോഴാണ് ഒരു പ്രശ്നത്തിൽ നമ്മൾ തലകുത്തി വീഴുന്നത്. ഈശോ എന്ന തീ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയിലും ഒരു വിഷമത്തിലും നീ തകർന്നു പോകത്തില്ല, തളർന്നു പോകത്തില്ല, ഉറപ്പാണ്.